ഇനി ഇടുക്കിയിലേക്കാണ്. 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചിരിക്കുന്നു. ഇടുക്കി ഹൈറേഞ്ചിലാണ് ഈ സംഭവം നടക്കുന്നത്. ബന്ധുവായ 14കാരനിൽ നിന്നാണ് പെൺകുട്ടി ഗർഭം ധരിച്ചത്. വയറുവേദനയെ തുടർന്നാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. KV സന്തോഷ് കുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, എന്താണ് വിവരങ്ങൾ? രജനി, ഇന്ന് രാവിലെയാണ് ഈ 14 വയസ്സുള്ള പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത്. കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. കുട്ടിയുടെ ബന്ധുവായ ഒരു 14കാരനിൽ നിന്നാണ് പെൺകുട്ടി ഗർഭം ധരിച്ചതെന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടി അച്ഛനും അമ്മയും കുറച്ചു നാളായി പിരിഞ്ഞു കഴിയായിരുന്നു. അച്ഛനോടൊപ്പമാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. ഇവിടെ സ്കൂളിൽ അവധി വന്ന സമയത്ത് അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അമ്മയുടെ വീടിന് സമീപത്താണ് ഈ ബന്ധുവായ കുട്ടിയുടെ വീട്. അവിടെ വെച്ചാണ് ഈ തെരച്ചിൽ പീഡനം. വെറും 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്നു. അതായത് 14 വയസ്സ് മാത്രമുണ്ട്. കുഞ്ഞിന് ജന്മം നൽകിയവനും 14 വയസ്സ്. അതായത് 9ാം ക്ലാസ്സിലോ കൂടിപ്പോയ 10ാം ക്ലാസ്സിലോ പഠിക്കുന്നു. നമ്മൾ ഈ പറയുന്ന 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്താഗതി എന്തായിരുന്നു, അതിൻ്റെ എത്രയോ പുരോഗമനമാണ് ഇന്നത്തെ കുട്ടികൾ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, ഈ കുട്ടികളെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കൊക്കെ അവയർനെസ് കൊടുക്കണമെന്ന്. പ്രത്യേകിച്ച് ഈ പറയുന്ന പാഡിൻ്റെയൊക്കെ പരസ്യം കാണുന്ന സമയത്ത് അവർ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ശരിയായ വശങ്ങളിലൂടെ മനസ്സിലാക്കണം. കാരണം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, +2 അടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ടൈമിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ആൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് വൃത്തികെട്ട രീതിക്ക് സംസാരിക്കാൻ നിൽക്കില്ല. അവർ കണ്ടാൽ അവർ മാറിപ്പോയി കളയും. ഇങ്ങനത്തുള്ളൊരു ബിഹേവിയർ, അല്ലെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു എന്ത് തരത്തിലുള്ള സ്വഭാവമാണ് കാണിക്കേണ്ടിരുന്നത്, എന്ത് തരത്തിലാണ് പെരുമാറേണ്ടിരുന്നത് കൃത്യമായിട്ട് അറിയുന്ന കുറേയധികം ആൺകുട്ടികളും ആ കാലത്ത് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ 5-6 വർഷങ്ങൾ അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് 7-8 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് കുട്ടികളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് 5 വയസ്സുള്ള കുട്ടിക്ക് പോലും പാഡ് എന്തിനു യൂസ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഫോണിൽ കൂടി ഭയങ്കരമായിട്ടുള്ള അവഗാഹമാണ് ഉണ്ടാകുന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്, ഒരാൾക്കും ഒരാളോടും ശരിക്കും പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു സാധനമില്ല. അതിന് തെളിവ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഒരു കുട്ടിയിൽ ഇത്രയും നാളായിട്ട് പ്രസവിക്കുന്ന തരത്തിലേക്ക് എത്തുന്ന തരത്തിൽ വരുന്ന ശാരീരിക, മാനസിക അല്ലെങ്കിൽ പുറമേയുള്ള മാറ്റങ്ങളെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കോ ചുറ്റുമുള്ള ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ സ്കൂളിലെ അധ്യാപകർക്കോ ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ്. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ്. വലിയവരുടെ കാര്യങ്ങളാണെങ്കിൽ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ ദിവസം തള്ളി നീക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലപ്പുറത്തേക്ക് വീട്ടുകാരുമായിട്ട് സംസാരിക്കാറില്ല, ആരോട് മനസ്സ് തുറന്ന് സംസാരിക്കും. ഒരു പരിചയമില്ലാത്ത ഏതോ കോണിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഫോണിലൂടെ രാത്രി കാലങ്ങളിൽ ഇരുന്ന് സംവദിക്കും. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഫോൺ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. കുഞ്ഞു കുട്ടികളടക്കം ഫോൺ അഡിക്റ്റഡ് ആണ്. നമ്മൾ ഏത് തരത്തിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ സത്യത്തിൽ നിയന്ത്രിക്കേണ്ട കാര്യം അല്ലെങ്കിൽ കാലം അനിവാര്യമായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളെ പ്രസവ വാർഡുകളാക്കി മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് സത്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, ആഴ്ചയിൽ ഒരു വാർത്തയെങ്കിലും കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. 9 ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പ്രസവിച്ചു, സ്കൂളിൽ വെച്ച് വയറുവേദന എടുത്ത് സ്കൂളിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പ്രസവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്കൂളുകളെ പ്രസവ വാർഡുകളാക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ വാർത്തകളുടെ പോക്ക്. അതുകൊണ്ട് എവിടെ നിയന്ത്രിക്കണം, എന്താണ് നിയന്ത്രിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് കുട്ടികളിൽ ഫോൺ എന്ന് പറയുന്നൊരു സാധനം അത് ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് ലിമിറ്റ് കൽപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. അത് രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് കുട്ടികൾക്ക് എന്തിനും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കൾ അവസാനം ഈ പറയുന്ന നെഞ്ചത്തടിക്കുന്ന തരത്തിലേക്കുള്ള ഇതുപോലൊരു വാർത്ത സ്വന്തം വീട്ടിൽ കുടുംബത്തിൽ വരുത്തി വയ്ക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ രീതി എന്ന് പറയുന്നത്. കാരണം എന്തൊക്കെ വൃത്തിയിട്ട കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞ് അതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പൊതുവിടത്തിൽ പെരുമാറാൻ അറിയില്ല, ആരോടെങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഒരു തരത്തിലുള്ള വിവരവും വിവേകവും ഇല്ലാതെ ചുമ്മാ എന്തിനൊക്കെയോ വേണ്ടി വളർന്നു വരുന്ന ഒരു സമൂഹത്തിനെയാണ് ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നല്ല രീതിക്ക് പോകുന്ന 25% മറ്റുള്ള കുട്ടികളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇനി അതിലപ്പുറത്തേക്ക് നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് രക്ഷിതാക്കളെ കബളിപ്പിക്കുന്ന അതിസൂത്രശാലികളായിട്ടുള്ള കുട്ടികളും ബിരുദന്മാരും ബിരുദത്തികളും ഇന്നുണ്ടെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വലുതൊന്നുമല്ല, വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ് റൂമിലേക്ക് ഒരു അധ്യാപികയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യത്തോടെ കയറി ചെല്ലാനുള്ള ഒരു അവസരം പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പറയുന്ന സമയത്ത് അതിശോക്തി കലർത്തി പറയുക എന്ന് പോലും പറയും.
അനുഭവങ്ങളാണ് പറയുന്നത്, കേട്ട വാർത്തകളാണ് പറയുന്നത്, കണ്ട കാഴ്ചകളാണ് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങൾക്കും കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ പറയുന്ന കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു കുഞ്ഞിൻ്റെ അമ്മയും തന്നെയാണ് ഞാൻ. ഇനി അവനും വളർന്നു വരേണ്ടത് തന്നെയാണ്. ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളിലൂടെ ഞാൻ കാണുന്ന അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ രീതികൾ, ചെയ്തികൾ, ഇതിലൂടെ നാളെ നല്ലൊരു തലമുറയിലേക്ക് അവനെ സംഭാവന ചെയ്യണമെങ്കിൽ ഞാനിതൊക്കെ തിരുത്തിയേ പറ്റുള്ളൂ. കേൾക്കുന്നവർക്ക് തിരുത്താം, തിരുത്താതിരിക്കാം.